ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ 3rd ഡേ ആണ്. ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ പോസ്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മളെ 3rd ഡേ ആണ്. നമുക്കിന്ന് ഫീൽഡ് ട്രിപ്പ് ഒക്കെ ഉണ്ട്. എന്താവും എന്തോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതെ, ഉച്ച കഴിഞ്ഞാണ് നമുക്ക് ഓഫ് സൈറ്റിൽ നിന്ന് കണക്ട് ചെയ്തത്. എന്തോ ഒരു ഫാമാണ്, ഫിഷ് ഫാമാണ്. അവർ നമ്മളോട് മറ്റേ ബൂട്ട്സ് ഒക്കെ ഇടണമെന്ന് പറഞ്ഞു. നമുക്കതില്ല, കാശ് കൊടുത്ത് മേടിക്കാനുള്ള മടി കാരണം നമ്മളിവിടെ പരിപാടി അമർച്ചാലിങ്ങനെ ഞങ്ങൾ 3 പേരും ഒന്ന് മാറി നിൽക്കുക. ഇവിടെ കുറേ സ്പെയർ വെല്ലീസ് ഉണ്ട്, അതിനി വാങ്ങിക്കണം. അത് നമ്മുടെ സൈസ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ടായിരുന്നു നമുക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറേ നേരം പുറത്തേക്ക് കണ്ടിട്ട് സാറൊന്ന് തുറന്നു തന്നു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി. പിന്നെ അവിടെ 1 മണിക്കൂർ ക്ലാസ് ആയിരുന്നു, ലെക്ചറായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ കുറച്ച് പ്രാക്ടിക്കൽസും. പിന്നെ അവിടുത്തെ ഫാമാണ് കേട്ടോ. ഇത് ഫാമല്ല, ബ്രീഡ് ചെയ്യുന്നത്. ഇത് തിലാപ്പിയാണ്. പിന്നെ ഇത് കാർപ്പ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തീറ്റ കൊടുക്കുമെന്ന് വിചാരിച്ച് വന്ന് നിൽക്കുകയാണ്. പിന്നെ ഇതാണ് ക്യാറ്റ് ഫിഷ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മുഷി. അത് തന്നെ സാധനം. ഇതിനാ ടാങ്കിൽ നിന്ന് പിടിച്ചിട്ട് ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതായിരുന്നു ഫസ്റ്റ് പ്രാക്ടിക്കൽ. അത് ഫസ്റ്റ് അവിടുത്തെ സ്റ്റാഫ് തന്നെ ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ചാൻസ് തന്നു. ആ ടാങ്കിൽ നിന്ന് നമ്മൾ പിടിക്കണം. ഇതാണെങ്കിൽ ഭയങ്കര ചാട്ടം. അങ്ങനെ അതായത് ഇതൊരു മെയിലാണോ ഫീമെയിലാണോ എന്ന് ചെക്ക് ചെയ്യണം. കുറച്ച് സ്റ്റെയിൻ കൂടെ ഒഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാനാണ് സ്റ്റെയിൻ ഒഴിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത ചാൻസ് അർഷയ്ക്കായിരുന്നു. അർഷ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ടാങ്കിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ മീനിനെ പിടിച്ചെടുക്കാനുള്ള. അങ്ങനെ ഫ്രണ്ട്സിത മീനിനെ പിടിക്കാൻ പോവുകയാണ്. പിന്നെ എൻ്റെ ചാൻസ് ആയിരുന്നു. ഞാൻ പിടിച്ചതിൽ 2 എണ്ണം കയറിയിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞു. ആ പ്രാക്ടിക്കലും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. 1 മണിക്ക് 12:30ക്കാണ് ക്ലാസ്. ഞങ്ങൾ അടുത്ത വണ്ടി കയറിയിട്ടുണ്ട്. അയ്യോ, വണ്ടി എത്ര പോലെ. ഇത് വിൻചെസ്റ്ററിലെ ടെസ്റ്റ് വാലി ട്രൗട്ട് ഫാമാണ്. അവിടെ ചെന്നപ്പോൾ അവർ നമുക്ക് അവിടുത്തെ ഫാമിംഗ് രീതികളും പിന്നെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാണിച്ചു തന്നു. ഇതൊക്കെ ജുവനൈൽ ട്രൗട്ട് ഫിഷാണ്. ഇത് കുറച്ചുകൂടെ മെച്ചുവർ ആകുമ്പോൾ ഇതൊരു വേറൊരു സെപ്പറേറ്റ് ടാങ്കിലോട്ട് മാറ്റും. പിന്നെ ഇവർ ഫീഡ് ചെയ്യുന്നതും കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. നമ്മളോട് ഫാമിലെത്തിയില്ല, പക്ഷെ അപ്പോഴത്തേക്ക് മഴ. എന്നാലും ഇവർ നിർത്തില്ല. ഇത് കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുള്ള ട്രൗട്ട് ഫിഷാണ് അവർ പിടിച്ച് കാണിക്കുന്നത്. 15 സെക്കൻഡിൽ കൂടുതൽ ഇവർ പുറത്ത് വയ്ക്കില്ല, അപ്പോൾ തന്നെ എടുത്ത് തിരിച്ചിടും. ഇത് അത്യാവശ്യം കുറച്ച് വലുതായിരുന്നു. നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഓൾറെഡി 3 എണ്ണം അയാൾ ഉള്ളിലോട്ടാക്കി. എന്നിട്ട് ബാക്കി 2 എണ്ണത്തിന് റിലീസ് ചെയ്ത് 1 മാത്രം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഇതാണ് ട്രൗട്ട്. പിന്നെ ഒരു അഡൾട്ട് ഫിഷിനെ അവർ പിടിച്ച് കാണിച്ചു തന്നു. ഇത് ഫുൾ വളർച്ച എത്തിയിട്ടില്ല, എന്നാലും അത്യാവശ്യം ഒരു നല്ല സൈസുള്ളതാണ്. പിന്നെ ഈ ഫാമിൽ നമുക്ക് ഓർഡർ പറയുന്നതനുസരിച്ച് ഇവർ കൾച്ചർ ചെയ്ത് തരും. പിന്നെ അവിടെ നിന്ന് അവരുടെ ഓരോരോ പ്രൊസീജിയേഴ്സ് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഞങ്ങളെ. പിന്നെ ഇത് കണ്ടോ, നിങ്ങളെൻ്റെ ബൂട്ട് കണ്ട് ചിരിക്കും. ഞങ്ങളുടെ കയ്യിൽ വെല്ലീസൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ വെല്ലീസാണ് തന്നത്. എനിക്കാണെങ്കിൽ ഒരു ഫ്ലൂറസെൻറ്റ് മഞ്ഞ കളറ്. ഈ ഒരു മീൻ മാത്രം ഇങ്ങനെ മുകളിലൊന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെയും അവർ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി. നല്ല സ്ഥലമായിരുന്നു അവിടെ. ഇതാണ് അവിടുത്തെ വ്യൂ. നല്ല അടിപൊളി സ്ഥലമാണ്.
പക്ഷെ എൻ്റെ ഫോണിൽ ഇന്നും ചാർജ് ഇല്ല. 10% ചാർജ്. നമുക്കൊരു സ്വാൻ സൂം ചെയ്യാൻ പറ്റും. സ്വാൻ ആണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നാളെ പിന്നെയും ഒരു ഫീൽഡ് ട്രിപ്പ് ഉണ്ട്, പിന്നെയും ഞാൻ വീഡിയോ എടുക്കാം. അതുവരെ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു